സാർ വന്ന കാര്യം ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഓ, പിന്നെ താൻ എവിടത്തെ മാനേജറാണോ? സജീവ്, ഗോ ടു യുവർ ക്യാബിൻ. ശരി മാഡം. അതെ, ഇങ്ങനെ സ്വയം തരം താഴാൻ വേണ്ടിട്ടാണോ ഇങ്ങോട്ട് വന്നത്? കണ്ടോ നീ, നമ്മളെ ഇങ്ങോട്ട് വന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല. പ്രത്യേകിച്ച് നീ വന്നത്. മേഡത്തിന്റെ ലീലാവിലാസങ്ങളൊക്കെ നീ അറിയോലോ, കാണുമല്ലോ. കുറച്ചുകൂടെ മാന്യമായിട്ട് സംസാരിച്ച നന്നായിരുന്നു. കണ്ടോ ഭീഷണി, കണ്ടോ ഭീഷണി. പ്രതാപേട്ടാ മതി. അല്ലത് അല്ലത് പ്ലീസ്. യെസ്, മാഡത്തെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. വരാൻ പറയൂ. നമുക്ക് പോവാം. ഇങ്ങോട്ട് വന്നുടനെ പോയാൽ ഓഫീസിലെ മറ്റ് സ്റ്റാഫുകളൊക്കെ എന്ത് വിചാരിക്കും? ഒരു 5 മിനിറ്റ്, 5 മിനിറ്റ്സ്. ഉദയന് വേണമെങ്കിൽ ഈ അക്കൗണ്ട്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാലോ. അതൊന്നും വേണ്ട. ഗുഡ് മോർണിംഗ്. Good morning, Andy. Yes, good morning. Good morning, Appa. ഗുഡ് മോർണിംഗ്. മോളെ ഏതാ? Good morning. എന്താ അച്ഛാ ഇത്? എന്താ അച്ഛാ ഇത്? ഗുഡ് മോർണിംഗ് പറഞ്ഞ കേട്ടില്ല അച്ഛാ. അച്ഛൻ പിണങ്ങിയതാ? ഞാൻ വന്നല്ലോ, പിന്നെന്താ? എന്തെങ്കിലും ഒന്ന് പറ അച്ഛാ. അച്ഛാ, എങ്ങനെയാ ഇപ്പൊ വന്നത്? കൊള്ളാലോ.
എന്തൊരു അന്വേഷണം, എങ്ങനെയാ വന്നതെന്ന്. എങ്ങനെയായാലും ഞങ്ങൾ വരുമെന്ന് മനസ്സിലായല്ലോ ഇപ്പോ. ഇങ്ങോട്ട് മാറി നിൽക്കും മോളെ. ചിലപ്പോ ഇത്ര അടുത്ത് നിൽക്കുന്നൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് നിൽക്കണത്. അല്ല അമ്മയ്ക്കെന്താ? ഇങ്ങോട്ട് വാടി. ഒരു ചലനം ഇല്ലാതെ ഇരിക്കുന്ന കണ്ടില്ലേ? ഒന്ന് വന്ന് വിവരങ്ങൾ അന്വേഷിച്ചിട്ട് എത്ര നാളായി? എന്നെ മടുത്ത് കാണുമായിരിക്കും അല്ലേ? പക്ഷെ മോള്, ഇവളുടെ കാര്യം നിങ്ങൾ മറന്നോ? ഞങ്ങൾ എങ്ങനെ ജീവിക്കുന്ന നിങ്ങളുടെ വിചാരം? നിങ്ങൾ ആരാ? എന്താ അവിടെ കാര്യം? മാന്യന്മാരെ അവമാനിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുക. ദേ സാറിന്റെ കാര്യം നോക്കിയേ. ഞങ്ങൾ ആരാന്നും എന്താ ഇവിടെ കാര്യമൊന്നും ഇങ്ങോട്ട് ചോദിച്ചാ മതി, പറഞ്ഞു തരും. ഉണ്ടക്കണ്ണോട്ട് നോക്കണ്ട. എന്റെ കഴുത്തി വീഴേണ്ട താലിയാ നിങ്ങൾ ഇട്ടോണ്ട് നടക്കുന്നേ. അത് പൊട്ടിച്ചെറിയാൻ എനിക്കറിയാം. അതിനുള്ള ധൈര്യമുണ്ട്. വേണ്ടാന്ന് വെച്ചിട്ടാ. അത് നിങ്ങളോർത്തിട്ടല്ല, ഈ ഇരിക്കുന്ന ഉദയേട്ടനെ ഓർത്തിട്ടാ. സൂപ്രണ്ടിന്റെ കസേര കയറി ഞെളിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കേണ്ട കസേര ഏതെന്ന് മനസ്സിൽ വിചാരിച്ചോ? എന്നിട്ട് ആലോചിക്ക് എന്ത് വേണോന്ന്. ഞാൻ എന്താ ചെയ്യേണ്ടെന്നൊന്ന് പറയൂ. നിങ്ങളായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. ഇപ്പൊ എന്താണോ ചെയ്യുന്നത് അതങ്ങ് തുടർന്നാ മതി. എനിക്കും എന്റെ മോൾക്കും ചെലവിന് കിട്ടണം. എനിക്കത് മതി. അതിനൊരു തീരുമാനം ഉണ്ടാക്ക്. അയ്യോ, എന്താ ഇതൊക്കെ? ന്യായമായ ആവശ്യമേ ഞാൻ പറയുന്നുള്ളൂ. സ്വത്തിന്റെ പകുതി ചോദിച്ചാലും നിങ്ങൾ തരേണ്ടി വരും. അതൊന്നും വേണ്ട. ഞങ്ങൾക്ക് ജീവിക്കണം, കുഞ്ഞിനെ വളർത്തണം, പഠിപ്പിക്കണം. അതിനുള്ള വക തരാൻ ബാധ്യതയുള്ള ആളിനോടാ ചോദിക്കുന്നേ. അത്രേ ഉള്ളൂ. ശരി, ആവശ്യം അംഗീകരിക്കുന്നു. വാ. വരണം. വരണം.
എനിക്ക് മുട്ടായി വാങ്ങിച്ചു തരുവോ? അച്ഛാ ചോദിച്ചു കേട്ടില്ലേ, എനിക്ക് മുട്ടായി വാങ്ങിച്ചു തരുവോന്ന്? ഒന്ന് അടങ്ങ്, മേടിച്ചു തരും. ഐസ്ക്രീമോ? ചോക്ലേറ്റ് ഐസ്ക്രീം മതി. എല്ലാം വാങ്ങിത്തരും. മോളിതാ അവിടെ പോയി കളിച്ചോ. ആ മോളെ അധികം ദൂരേക്കൊന്നും പോവല്ലേ. ഇല്ലമ്മേ. വണ്ടി കയറ്, അകത്തിരുന്ന് സംസാരിക്കാം. കയറണം. ആരാ നിങ്ങൾ? നിങ്ങൾ ആരാണെന്ന്? ഗായത്രി. പേരല്ല ചോദിച്ചത്. തന്റെ ഉദ്ദേശം എന്താ? അതാ എനിക്കറിയേണ്ടത്. അതല്ലേ കുറച്ചു മുമ്പ് പറഞ്ഞത്. എനിക്കും മോൾക്കും ജീവിക്കണം. അതിന് ഞാനെന്ത് വേണം? അതിനുള്ള വക സാറ് തരണം. എന്തിന്? നമ്മൾ തമ്മിൽ എന്ത് ബന്ധം? ഭാര്യയുടെ മുമ്പിൽ വെച്ച് ഞാൻ പറഞ്ഞൊന്ന് സാറിന് മനസ്സിലായില്ലേ? എന്റെ മോള് സാറിന് അച്ഛാന്ന് വിളിച്ചത് കേട്ടോ. ഇനി ബന്ധം എങ്ങനെയാണെന്ന് വിവരിക്കണോ? ദേ, ഈ വേഷം കെട്ടൊന്നും ഇങ്ങോട്ട് വേണ്ട. നടക്കില്ല. നടക്കും സാറേ. വേഷം കെട്ടെന്ന് പറഞ്ഞില്ലേ? എന്തായാലും കെട്ടി. അവതരണവും ഭംഗിയായി. പൈസ കിട്ടാൻ വേണ്ടി എന്ത് വേഷവും കെട്ടാൻ തയ്യാറായവളാ ഞാൻ. സിനിമയിൽ അഭിനയിച്ച് ജീവിതം പച്ചപിടിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചതാ. ചതി പറ്റി. ഒറ്റയാളും സഹായിച്ചില്ല. എങ്കിൽ പിന്നെ ജീവിതത്തിൽ അഭിനയിക്കാന്ന് വിചാരിച്ചു. ഇനി ചതി പറ്റാൻ നിന്നു കൊടുക്കില്ല ഞാൻ. ആര് പറഞ്ഞിട്ടാ നിങ്ങൾ എന്റെ മുന്നിൽ അവതരിച്ചത്? അതൊന്നും സാററിയണ്ട. പറഞ്ഞൂടാ. എല്ലാം ഒരു ബിസിനസ് സീക്രട്ടാ. അപ്പോ എങ്ങനെയാ ബാക്കി കാര്യങ്ങള്? സമയം കളയാതെ ഒരു തീരുമാനത്തിലെത്താം. ഓ, അതിനധികം സമയം വേണ്ട. ഒന്ന് ഫോൺ ചെയ്യേണ്ട താമസമേ ഉള്ളൂ. പോലീസ് എത്തണം, ഇയാൾ അറസ്റ്റ് ചെയ്യണം. ബാക്കി അവർ നോക്കിക്കൊള്ളും. പോലീസുകാര് വന്നാ എന്നെ മാത്രം ആയിരിക്കില്ല കൊണ്ടുപോവാ. സാറിനെയും ജീപ്പി കയറ്റും. ആരുടെ ഭാഗത്താ സത്യമെന്ന് പോലീസുകാർക്ക് അറിയണമല്ലോ. മോളെയും കൊണ്ടുപോവും. വിചാരിക്കുന്നതിലും കുഴപ്പമാവും പിന്നെ കാര്യങ്ങളൊക്കെ. അല്ലെങ്കിലും ഉദയൻ സാർ പോലീസിലൊന്നും പരാതിപ്പെടാൻ പോകുന്നില്ല എന്ന് എനിക്കറിയാം. അങ്ങനെ ഒരു മനസ്സല്ല സാറിൻ്റെത്. എങ്കിൽ രണ്ടും കൽപ്പിച്ചിറങ്ങിയത് എന്തിനാണെന്ന് പറയൂ. എനിക്ക് ജീവിക്കണം, അത്രേ ഉള്ളൂ പ്ലാൻ. സാറിനെന്നല്ല ആരെയും ദ്രോഹിക്കണമെന്ന് എനിക്കില്ല. ഗതികേട് കൊണ്ട് ഇങ്ങനൊരു വേഷം സ്വീകരിക്കേണ്ടി വന്നു. പിന്നെ ഇതുകൊണ്ടൊന്നും ഉദയൻ സാറിന്റെ ജീവിതം തകർന്നു പോവില്ല എന്ന് എനിക്കറിയാം. അതും മനസ്സിലാക്കിയിട്ടാ ഞാൻ വന്നത്. ഓഫീസിൽ ഇരിക്കുന്നുണ്ടല്ലോ സാറിന്റെ ഭാര്യ. സാധാരണ ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ ഇവിടെ ഇപ്പൊ ഇതൊന്നുമല്ല നടക്കുക. ഒരു യുദ്ധം ഉണ്ടാവുമായിരുന്നു. പുള്ളിക്കാരി പക്ഷേ ഒന്ന് ഇറങ്ങി വന്ന് നോക്കുന്നത് പോലുമില്ല. സാറും വലിയ ഉലച്ചിലൊന്നും കൂടാതെ ഇരിക്കുന്നത്. അതിനർത്ഥം എന്താ? നിങ്ങളെ രണ്ടുപേരെയും ഇതൊന്നും സാരമായി ബാധിക്കുന്നില്ലെന്നാ. ഒരു കണക്കിനത് നന്നായി. എനിക്കും മനസാക്ഷി കുത്തിന്റെ ആവശ്യമില്ലല്ലോ. എന്ന് കരുതി പിന്മാറാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. തുടങ്ങി വെച്ച കാര്യങ്ങൾ പൂർത്തിയാക്കണം. അതിന്റെ ഗുണവും കിട്ടണം. പേരെന്താ പറഞ്ഞ്? ഗായത്രി. വീട്?
വിശദ വിവരങ്ങളൊക്കെ അറിയാറാവട്ടെ സാറേ, അപ്പൊ പറയാം. അഭിനയം തുടരാൻ തീരുമാനിച്ചു. അതിന് മാറ്റമൊന്നുമില്ല? ഇല്ല സാറേ, എനിക്ക് പണം വേണം. എങ്കിൽ എനിക്കും അത് തന്നെ പറയാനുള്ളത്. ഗായത്രി അഭിനയിക്കണം. ഇതുവരെ ആക്ട് ചെയ്താലും നന്നായിട്ട് ആക്ട് ചെയ്യണം. പക്ഷേ തുടർന്നുള്ള അഭിനയം എനിക്ക് വേണ്ടിയായിരിക്കണം. നിങ്ങൾക്ക് പണമല്ലേ വേണ്ടത്? കൂടുതൽ കാശ് ഞാൻ തരാം. എന്താ പ്രശ്നമുണ്ടോ? ആലോചിച്ചിട്ട് ഒരു തീരുമാനത്തിലെത്തും. മേഡത്തിന് ജോലി ചെയ്യാൻ കഴിയണില്ല എന്ന് തോന്നുന്നു. ചെവി ഉണ്ടല്ലോ, ചെവി, അതിന്മേലൊന്ന് നുള്ളുന്നത് നന്നായിരിക്കും. 2 ചെവിന്മേലും നുള്ളിയാൽ അത്രയും ബെസ്റ്റ്. പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെയായിരുന്നു, ഇപ്പോഴേ ഇൻസ്റ്റന്റാ, ഇൻസ്റ്റന്റ്. Yeah.